الحمد لله الحمد لله رب العالمين الحمد لله الذي جعل القرآن لكل شيء تبيانا ورزق به من شاء من عباده علما وإيمانا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ആമുഖമെന്നോണം അതർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് ജീവിതം ക്രമീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കിടയിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന് നിർബന്ധമായും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്നത് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളറിയാതെ ഒരു ദിവസം, നമ്മളുടെ അനുവാദമില്ലാതെ ഒരു ദിവസം ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ നമ്മുടെ ആയുസ് കടന്നുപോയി
നമ്മുടെ അനുവാദമില്ലാതെ ഈ ലോകത്ത് നിന്നും വിട പറയുന്ന ദുനിയാവെന്ന ക്ഷണികമായ ഏറെ തുച്ഛമായ റബ്ബിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലുമില്ലാത്ത ദുനിയാവെന്ന ഒരു ലോകം, അതാണ് ഒന്നാമത്തെ ഘട്ടം. മറ്റൊരു ഘട്ടം എന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മുടെ മരണത്തിനു ശേഷം പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെട്ട മനുഷ്യനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിഭാഗങ്ങളായി തരംതിരിച്ച് നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്ക് പ്രവേശിക്കുകയും സ്വർഗത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത് നരകത്തിലുള്ളവർ അവർ കാലാകാലം അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടവരാണെങ്കിൽ, കാഫിറും മുശ്രിക്കുമായി ലോകത്തു നിന്ന് മരണപ്പെട്ടവരാണെങ്കിൽ കാലാകാലം അറ്റമില്ലാതെ അനന്തമായ ഒരു ജീവിതം നരകത്തിൽ വസിക്കുന്ന, ഇനി അതല്ല വിശ്വാസിയായിക്കൊണ്ടാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് എങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ച്, അതല്ലെങ്കിൽ നരകത്തിൽ നിന്നും അവർക്ക് അർഹമായ ശിക്ഷ അനുഭവിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ട് പിന്നീട് സ്വർഗത്തിൽ അറ്റമില്ലാത്ത രൂപത്തിൽ അനന്തമായ ജീവിതം ലഭിക്കുന്ന പരലോകമെന്ന ഒരു ഘട്ടം. ഈ രണ്ട് ഘട്ടത്തിനുമിടയിൽ, ഈ രണ്ട് ലോകത്തിനുമിടയിൽ മനുഷ്യർ തീർച്ചയായും അനുഭവിക്കേണ്ട, മനുഷ്യർ തീർച്ചയായും അതിലൂടെ കടന്നു പോകേണ്ട ഒരു ഘട്ടം കൂടെയുണ്ട്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുമുണ്ട്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരണത്തിൻ്റെ വേളയിൽ മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്ക് മനുഷ്യനിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യൻ പറയുന്നൊരു വാചകമുണ്ട്, ലഅല്ലി അഅമലു സാലിഹ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചേക്കാം, എന്നെ ഒരു നിമിഷത്തേക്കൊന്ന് വിട്ടുതരണമെന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന വാചകം കല്ല, ഒരിക്കലുമില്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മനുഷ്യൻ പറയുന്ന ആ വാചകമുണ്ടല്ലോ, എന്നെ ഒന്ന് വിട്ടയച്ചേക്ക്, ഞാൻ ഇനി ദുനിയാവിലേക്ക് ചെന്ന് ഞാൻ ഇനി നല്ല രൂപത്തിൽ ജീവിച്ചേക്കാം എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന ആ വാക്ക് ഒരു വെറും വാക്ക് മാത്രമാണ്. എന്നിട്ടോ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി ഈ മരണത്തിനു ശേഷം മനുഷ്യന് ബർസഖ് എന്നൊരു ലോകം വരാനുണ്ട്. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ, പരലോകത്തേക്ക് അവൻ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ. അഥവാ മനുഷ്യൻ മരണപ്പെട്ടതിനു ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഒരു കാലഘട്ടം എന്നത്, ഒരു ഘട്ടം എന്നത്, ഒരു വലിയ ലോകം മനുഷ്യൻ ഒരു വലിയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുണ്ട്. ഏതാണ് ലോകം? അതാണ് ബർസഖ് എന്ന ലോകം. മരണത്തിനും മനുഷ്യൻ്റെ അടുത്ത ഉയർത്തിയെഴുന്നേൽപ്പിനും ഇടയിലുള്ള ലോകം, കാലഘട്ടം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മാ ബൈന ദുനിയാ വൽ ആഖിറ, ദുനിയാവിനും പരലോകത്തിനും ഇടയിലുള്ള ഒരു ഘട്ടമാണത്. ലൈസു മഅ അഹ്ലി ദുനിയ യഅകുലൂന വലാ യശ്റബൂൻ, ആ ലോകത്ത് അവർ ദുനിയാവിൽ ആളുകളെ പോലെ കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്നില്ല. വലാ മഅ അഹ്ലിൽ ആഖിറതി യുജാസൂന ബിഅഅമാലിഹിം, എന്നാൽ പരലോകത്ത് ആളുകൾ എത്തിയതുപോലെ അവർക്ക് അവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ, പ്രതിഫലം അവിടെ നൽകപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ഒരു ലോകമാണ് ബർസഖിയായ ലോകമെന്ന് മഹാരാജന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഒരു കവിയുടെ വാചകം നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും, അൽ മൗതു കാസുൻ വകുല്ലുൻ നാസി ശാരിബുഹു വൽ ഖബ്റു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. മൗത്ത് എന്നത് ഒരു ഗ്ലാസ് ആണ്. വകുല്ലുൻ നാസി ശാരിബുഹു, എല്ലാ മനുഷ്യരും അത് കുടിച്ചത് രുചിക്കുക തന്നെ ചെയ്യും. വൽ ഖബ്റു ബാബുൻ, ഖബർ എന്നതൊരു കവാടമാണ്. വകുല്ലുൻ നാസി ദാഖിലുഹു, എല്ലാവരും ആ കവാടത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. അഥവാ ഖബർ എന്ന കവാടത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി
ബർസഖിയായ ലോകത്തേക്ക് അവൻ പ്രവേശിക്കുകയാണ്. പിന്നീട് റബ്ബിൻ്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ആ കവാടത്തിലാണ്, ആ ലോകത്താണ് അവനിക്ക് ജീവിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ. പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഘട്ടമാണ് ഖബർ എന്നുള്ളത്. ഫഇന്ന ജാമിൻഹു, ആ ഖബറിൽ, ആ ബർസഖി ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, പിന്നീട് അവൻക്ക് ഇനി മറ്റൊരു എളുപ്പവും വരാനില്ല. വലവ ഇല്ലം യൻജു മിൻഹു, ഇനി ആരെങ്കിലും ആ ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതിനുശേഷം ഇനി പ്രയാസമായ മറ്റൊന്നും അവൻക്ക് വരാനില്ല. അഥവാ ആ ഖബറിലുള്ള ചോദ്യത്തിൽ രക്ഷപ്പെട്ടാൽ, ആ ഖബറിലുള്ള ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ അവൻ പിന്നീട് വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. ഇനി അതല്ല, ആ പരലോകത്ത് ബർസഖിയായ ലോകത്ത് അവൻ പരാജിതനാണ് എങ്കിൽ അവന് പിന്നീട് അവനെ കാത്തിരിക്കുന്നത് വലിയ പ്രയാസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു വന്നു. എത്രത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനങ്ങളെ വിരോധിച്ചിരുന്നു. ഫസൂറുഹ, ഇനി നിങ്ങളത് സന്ദർശിച്ചു കൊള്ളുക. ഫൈന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, നിങ്ങളുടെ മരണത്തെ നിങ്ങൾക്ക് ആ ഖബർ സന്ദർശനം ഓർമ്മപ്പെടുത്തി തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നു. അഥവാ ആ ഖബർ സന്ദർശിക്കാൻ നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ ഉറ്റവരുടെ ഖബറുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരണത്തെ സ്മരിക്കാനും, ഈ മരണം എന്നിലേക്ക് വരാനുണ്ട്, ഞാനും ഈ ഖബറിൽ പോയി കിടക്കാനുള്ളവനാണ്, എൻ്റെ ജീവിതവും ഇവിടെ അവസാനിക്കാനുള്ളതാണ്, എനിക്കും ഈ ഖബർ എന്ന ബർസഖ് എന്ന ലോകത്തിലൂടെ കടന്നു പോകാനുള്ളതാണ് എന്ന ചിന്ത വരുമാറ് നിങ്ങൾ ഖബർ സന്ദർശനം നടത്തുവിൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, മഹാരഥന്മാരായ ഇമാമുകൾ ഖബറുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു, അവർ മരണത്തെ ഓർക്കാറുണ്ടായിരുന്നു, അവർ ബർസഖി ലോകത്തെക്കുറിച്ച് ഭയക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരിക്കൽ ഖബറിനരികിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഖബറിനോട് ചോദിക്കുന്നുണ്ട്, യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബ, യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബ, ഏ മരണമേ, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെ നീ എന്ത് ചെയ്തു കളഞ്ഞു? ആ സമയത്ത് എന്നിട്ട് അദ്ദേഹം കരഞ്ഞവിടെ ഇരുന്നു. ശേഷം അദ്ദേഹം ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വഖാല അതദറൂന മാദാ ഖാലൽ മൗത്ത്, മരണം എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഖാലു മാ നദ്രി, ഞങ്ങൾക്കറിയില്ല എന്താണ് മരണം പറഞ്ഞത് എന്ന്. അദ്ദേഹം പറഞ്ഞു, യഖൂൽ ബദഅതു ബിൽ ഹദഖതൈൻ വഅകൽതുൽ ഐനൈൻ, അഥവാ ഞാൻ ഇതാ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണിന് ചുറ്റുമുള്ള ആ കറുത്തത് മുതൽ ഞാൻ ഭക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. വഅകൽതുൽ ഐനൈൻ, ആ മരണപ്പെട്ട വ്യക്തിയുടെ 2 കണ്ണുകളും ഞാൻ തിന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മരണം പറയുന്നു എന്നാണ്. അഥവാ നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, നമ്മൾ ഏറെ സൗന്ദര്യത്തോടു കൂടി കാത്തു സൂക്ഷിച്ച് നമ്മുടെ ശരീരം, നമ്മുടെ മേനി, നമ്മുടെ വസ്ത്രം എല്ലാം നമ്മൾ ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി, ആ ബർസഖിയായ ലോകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പിന്നീട് അത് പുഴുക്കൾക്കുള്ള ഭക്ഷണമാണ്, പിന്നീട് അത് ഖബറിനടിയിലുള്ള ജീവികൾക്കുള്ള സസ്യചരാചരങ്ങൾക്കുള്ള ഭക്ഷണമായി കൊണ്ട് മാത്രം നമ്മുടെ ശരീരം, നമ്മുടെ മേനി മാറുന്നു. അഥവാ നമ്മുടെ ജീവിതത്തിലെ പ്രൗഢിയും, ജീവിതത്തിലെ ആനന്ദങ്ങളും, ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ മരണത്തോടു കൂടി അവസാനിച്ച് പിന്നീട് ഖബർ എന്ന ബർസഖ് എന്ന അതിപ്രധാനമായ ഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു എന്നർത്ഥം. സഹോദരങ്ങളെ, ആ ഖബർ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സദാ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, നമ്മൾ ആശിക്കേണ്ടതുണ്ട്. ആ ഖബറിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് സ്വയം വിചാരണ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഫിർഔനിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട് സൂറത്തുൽ ഗാഫിറിൽ. എന്താണത്? അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ, ആ നരകം രാവിലെയും വൈകുന്നേരവും അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു.
വയൗമ തഖൂമുസ് സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. എന്നിട്ട് പരലോകത്തിന്റെ ദിവസം വരുമ്പോൾ ശക്തമായ ശിക്ഷയിലേക്ക് അവരെ കൊണ്ടുപോവുക എന്ന് അവിടെ കൽപ്പിക്കപ്പെടും. അഥവാ കാഫിറുകളായി റബ്ബിനെ ധിക്കരിച്ചവരായി ആരെങ്കിലും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയാൽ അവർക്ക് ഈ ബർസഖിയായ ലോകത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ നരകം പ്രദർശിപ്പിക്കുക എന്നത് ഒരു ശിക്ഷയാണ് എങ്കിൽ പരലോകത്ത് പിന്നെ നമ്മൾ കാത്തിരിക്കാനിരിക്കുന്നത് എത്രമേൽ ഭയാനകരമായ അവസ്ഥകളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖ്അദുഹു ബിൽ ഗദാത്തി വൽ അശിയ്യി. നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവൻ്റെ മുമ്പിൽ അവൻ്റെ സ്ഥാനം എന്താണോ അത് നരകമാണെങ്കിൽ നരകം, ഇനി സ്വർഗമാണെങ്കിൽ സ്വർഗം അതവന് പ്രദർശിപ്പിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന. അവന് സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള കവാടം അവനക്ക് അള്ളാഹു തുറന്നു കൊടുക്കും, അവനക്ക് പ്രദർശിപ്പിക്കും. വൈൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ. ഇനി അവൻ നരകാവകാശിയാണെങ്കിൽ നരകത്തിൻ്റെ കവാടം അവനക്ക് എല്ലാ ദിവസവും രാവിലും വൈകുന്നേരവും തുറന്നു കാണിക്കപ്പെടും. എന്നിട്ട് അവനോട് പറയപ്പെടും, ഫയുഖാൽ ഹാദാ മഖ്അദുക ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു ഖിയാമത്ത് നാളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള നിന്റെ സ്ഥാനം ഇതാണ് എന്ന് അവനോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രവുമല്ല സഹോദരങ്ങളെ, ഖബറിലെ ശിക്ഷ എന്നത് സത്യമാണ്. ഖബറിൽ ശിക്ഷയുണ്ട്. ഖബറിൽ വലിയ ഭയാനതകൾ വരാനിരിക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ തീരും. നമ്മൾ അതിന് സത്യപ്പെടുത്തണം. അതിനെ നിഷേധിക്കുവാൻ പാടില്ല. അത് കുഫറിലേക്ക് എത്തിച്ചേരുന്ന കാര്യമാണ്. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശഹദ അഹദുകും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഅ. നിങ്ങൾ നമസ്കാരത്തിൽ തശഹുദിന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടണം. ഒന്നാമതായി പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. വമിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടു പോയവരുടെയും ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഈ 4 കാര്യങ്ങൾ രണ്ടാമതായി പറഞ്ഞത് ഖബറിലെ ശിക്ഷയാണ്. അഥവാ ഖബറിലെ ശിക്ഷയുണ്ട് എന്നത് ഉറപ്പാണ്, സത്യമാണ്. ഒരു വിശ്വാസി അത് നിർബന്ധമായി കൊണ്ട് വിശ്വസിച്ചിരിക്കണം. ഒരു നിലക്കും അതിനെ വിമർശിക്കുവാനോ നിഷേധിക്കുവാനോ പാടില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖബറിൽ ശിക്ഷയുണ്ട്. അവിടെ നമുക്ക് സ്വർഗം തുറക്കപ്പെടും, അവിടെ നമുക്ക് നരകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്നത് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു വരുന്ന വിഷയമാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി നരകത്തിലേക്ക് ഒരു വിശ്വാസി അവൻ്റെ ഖബറിലേക്ക് എത്തിയാൽ അവൻ അവിടെ മലക്കുകൾക്ക് മുമ്പിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നത് അവൻ പ്രഖ്യാപിക്കും. അത് എപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ? അവൻ വിശ്വാസിയാണെങ്കിൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. ഖൗലു സാബിത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ മനുഷ്യർക്ക് ശക്തി നൽകും, സ്ഥൈര്യം നൽകും. അതിന് കഴിയണമെങ്കിൽ ഈ ഇഹലോകത്ത് വെച്ച് അവൻ തൗഹീദ് പ്രഖ്യാപിച്ചിരിക്കണം, ആ മുവഹിദായി കൊണ്ട് ജീവിച്ചിരിക്കണം. അങ്ങനെ ജീവിക്കുവാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ അവന് സ്ഥൈര്യം നൽകും. അഥവാ നമുക്ക് ഖബറിൽ സ്ഥൈര്യം ലഭിക്കണമെങ്കിൽ, ഖബറിൽ ഉറപ്പ് ലഭിക്കണമെങ്കിൽ, മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ സാധിക്കണമെങ്കിൽ, രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ ഒന്നാമത് നമ്മുടെ ഈമാൻ, നമ്മുടെ അഖീദ അത് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അതിൽ ഏതെങ്കിലും നിലക്ക് വിട്ടുവീഴ്ച സംഭവിച്ചാൽ, അതിൽ വീഴ്ച വന്നാൽ, അതിൽ അടിപതറിയാൽ
ഒരു നിലക്കും നമുക്ക് ഖബറിൽ മറുപടി പറയുവാൻ സാധിക്കുകയില്ല, ഖബറിൽ സ്ഥൈര്യം ലഭിക്കുകയില്ല. രണ്ടാമത്തെ വിഷയം, നമ്മുടെ കർമ്മങ്ങൾ അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. നമ്മുടെ നമസ്കാരങ്ങൾ അല്ലേ, നമ്മുടെ നോമ്പ്, നമ്മുടെ മറ്റു ഏതെല്ലാം നിലക്കുള്ള ആരാധനാ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങൾ നമുക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഖബറിൽ നമ്മൾ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറും. അതുകൊണ്ട് നമ്മളൊന്ന് എടുത്തു പരിശോധിക്കുക, അള്ളാഹുവിൻ്റെ കലാമുമായി കൊണ്ട് ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം എത്രമേലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കും ഈ വെള്ളിയാഴ്ചക്കുമിടയിൽ ഖുർആനിൻ്റെ എത്ര ആയത്തുകൾ ഞാനൊന്ന് പാരായണം ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കും ഈ വെള്ളിയാഴ്ചക്കുമിടയിൽ ഏതെല്ലാം നമസ്കാരങ്ങൾക്ക് ജമാഅത്തായി കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടയിൽ ഞാൻ എൻ്റെ കുടുംബങ്ങളോട്, ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ വേണ്ടപ്പെട്ടവരോട് എത്രമേൽ നന്നായി, എത്രമേൽ നല്ല രൂപത്തിൽ അവരോട് ഇടപെട്ടു പെരുമാറി. കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടയിൽ സാമ്പത്തികമായ ഏതെങ്കിലും നിലക്കുള്ള മോശമായ പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും നിലക്ക് ഹറാമായ ഒരു രൂപയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് അറിയാതെയോ കടന്നുകൂടിയോ, അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ എടുത്ത് പരിശോധിച്ചാൽ നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്ത് ക്ലിയർ ചെയ്താൽ നമുക്ക് ഖബറിൽ വിജയം ഉറപ്പുവരുത്താൻ സാധിക്കും. അതല്ല എങ്കിൽ വലിയ പരീക്ഷണമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് തിരിച്ചറിയുക. സഹോദരങ്ങളെ, ഖബറിനൊരു ഞെരുക്കമുണ്ട്. മനുഷ്യനെ ഖബറിലേക്ക് എടുത്തു വെച്ച് ഖബർ മൂടിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്നത് ഒരു ഞെരുക്കത്തോടു കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബ്രി ദഗ്ത, ഖബറിനൊരു ഞെരുക്കമുണ്ട്. ആരെങ്കിലും ലൗ കാന അഹദുൻ നാജിയം മിൻഹാ, ആരെങ്കിലും ആ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു എങ്കിൽ നജാ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് ആ ഖബറിൻ്റെ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. ആരാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാനായ സ്വഹാബിയൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ തങ്ങളുടെ ശരീരവും സമ്പത്തും റബ്ബിൻ്റെ മുമ്പിൽ പൂർണ്ണമായും ജിഹാദിന് സമർപ്പിച്ച് തങ്ങളുടെ ശരീരം റബ്ബിന് മുമ്പിൽ കരിഞ്ഞു നൽകിയ ആ മനുഷ്യന് പോലും അള്ളാഹു ഈ ഖബറിലേക്ക് എടുത്തു വെക്കുന്നതിനുള്ള ആ ഞെരുക്കത്തിനും രക്ഷപ്പെടുവാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ വാരിയെല്ല് കൂടിപ്പിണയുമാറുള്ള ഒരു ഞെരുക്കം വരാനുണ്ട് എന്നാണ്. മഹാനായ സ്വഹാബിയൻ അത്രമേലുള്ള ഒരു ഞെരുക്കം ബാധിച്ചുവെങ്കിൽ ഏറെ ദുർബലരായ പാപികളായ കർമ്മങ്ങളിൽ ഏറെ പുറകിൽ നിൽക്കുന്ന നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കുക. അതുകൊണ്ട് ആ ഖബർ എന്നത് സത്യമാണ്, ഖബറിലെ ജീവിതം സത്യമാണ്, ഖബറിലെ സുഖങ്ങളും ഖബറിലെ ഭയാനതയും സത്യമാണ്. ആ സത്യത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കണം. എങ്ങനെ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും? അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സദാ മരണത്തെ ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ സദാ ആലോചിക്കുക. എന്താണ് ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന കാര്യം? അൽ മൗത്ത്, അത് മരണമാണ് എന്നാണ്. പ്രത്യേകിച്ചും പ്രായം കൂടുന്നതോടുകൂടി എനിക്കിന് ദുനിയാവിൽ വലിയ പങ്കൊന്നുമില്ല, എനിക്ക് എൻ്റെ ആഖിറത്തിലേക്കുള്ള പാതയം കൃത്യമായി ഉറപ്പുവരുത്തണമെന്ന ബോധ്യത്തോടു കൂടി മരണത്തെ സദാ ഓർക്കുക. രണ്ടാമത്തെ വിഷയം, എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് പാപങ്ങൾ സംഭവിച്ചാലും ഉടനടി അള്ളാഹുവിലേക്ക് പാപമോചനം തേടുക, തൗബ ചെയ്യുക. റബ്ബേ, ഞാൻ അറിഞ്ഞു അറിയാതെയോ ചെയ്തു, നീ റഹ്മാനാണ് റഹീമാണ്, നീ എനിക്ക് പുറത്തു നൽകി മാപ്പാക്കി തരണമേ എന്ന് റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. എത്രത്തോളം എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞുവല്ലോ, യാ ഇബാദിയല്ലദീന അസ്റഫു, സ്വന്തത്തോട് അക്രമം ചെയ്ത പാപങ്ങൾ ചെയ്തവരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ നിരാശയെ തൊട്ട് നിങ്ങൾ ഒരിക്കലും, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ വിഷയം, നമുക്ക് ഈ ദുനിയാവിലുള്ള എല്ലാ നിലക്കുമുള്ള ബാധ്യതകളും കൃത്യമായി കൊണ്ട് പൂർത്തീകരിക്കുക, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിൽ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മയ്യത്ത് കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ടി നമസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് കടമുണ്ടോ? അവർ പറയുന്നത് അദ്ദേഹത്തിന് കടമുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാതെ അവിടെ നിന്ന് വിട്ടുനിന്നു. ആ സമയത്ത്
അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അദ്ദേഹത്തിൻ്റെ കടം ആ 2 ദീനാർ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അങ്ങ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നമസ്കാരത്തിന് നേതൃത്വം നൽകി. അഥവാ സഹോദരങ്ങളെ, സാമ്പത്തികമായ ബാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ സാമ്പത്തികമെന്നല്ല ഏത് നിലക്കുള്ള ബാധ്യതകളായാലും ആരോടെങ്കിലുമുള്ള ഏതെങ്കിലും നിലക്കുള്ള കടപ്പാടുകൾ അതിൽ വീഴ്ച വരുത്തിയാൽ, ആരോടെങ്കിലും മോശമായി നമ്മൾ മോശത്തരത്തിൽ നമ്മൾ ഇടപെട്ടാൽ അതെല്ലാം നമ്മുടെ ഖബർ ജീവിതത്തെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ബന്ധങ്ങളെ സുദൃഢമാക്കാൻ, നമ്മുടെ ബാധ്യതകളെ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുക. ഈ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നമുക്ക് ഇഹലോകത്തായാലും ബർസഖി ലോകത്തായാലും പരലോകത്തായാലും രക്ഷ നേടുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫിത്ന നിറഞ്ഞ പരീക്ഷണങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ കുടുംബത്തെ എപ്പോഴും നമ്മൾ പഠിപ്പിക്കേണ്ട, പുനർവിചിന്തനം നടത്തിക്കൊണ്ടേയിരിക്കേണ്ട 2 ഹദീസുകൾ സൂചിപ്പിക്കാം. അവിടുന്ന് സ്വഹാബി വര്യന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രേഖപ്പെടുത്തുന്നു, ഇന്ന മിൻ ബഅദികും അയ്യാമൻ അസ്സാബിറു ഫീഹാ, നിങ്ങൾക്കു ശേഷം ചില ദിനങ്ങൾ വരാനുണ്ട്, അന്ന് അത് ശക്തമായി കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിക്കണം. അൽ മുതമസ്സികു ബിമിസ്ലി മാ അൻതും അലൈഹിൽ യൗം, ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് പോലെ അന്ന് ആരെങ്കിലും ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ലഹു അജ്റു 50 മിൻകും, നിങ്ങളിൽ നിന്നും 50 പേരുടെ പ്രതിഫലം അന്ന് അദ്ദേഹത്തിന് ലഭിക്കും. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളിൽപ്പെട്ട 50 പേരുടെയോ അതല്ല അവരിൽപ്പെട്ട 50 പേരുടെയോ? പ്രവാചകൻ പറഞ്ഞു, ബൽ മിൻകും, നിങ്ങളിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലം അന്ന് ഒരു വ്യക്തി ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ്, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, അസ്സാബിറു ഫീഹ, അന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവൻ, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, അന്ന് ദീനിൽ അടിയുറച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവർ, കൽ ഖാബിദി അലൽ ജംർ, അവർ തീക്കനൽ കയ്യിൽ മുറുകെ പിടിച്ചവരെ പോലെയാണ്. അത്രമേൽ പ്രയാസമായിരിക്കും ദീന് മുറുകെ പിടിച്ച് ജീവിക്കാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന. സഹോദരങ്ങളെ, ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പരീക്ഷണങ്ങളുടെ, ത്യാഗത്തിൻ്റെ, എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളുടെ വലിയ പരീക്ഷണ കൂമ്പാരങ്ങൾ ഒരു വിശ്വാസിയെ അടിച്ചമർത്തുമാറ് മനുഷ്യൻ വിശ്വാസിയേറെ പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് വിഷയം പറഞ്ഞു? നമ്മൾ എന്നും രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമാണ്. അവർ രാവിലെ വിശ്വാസിയായിരിക്കും, വൈകുന്നേരം കാഫിറായിരിക്കും, വൈകുന്നേരം വിശ്വാസിയായിരിക്കും, അടുത്ത രാവ് പുലരുമ്പോൾ അവൻ കാഫിറായി മാറുന്നു. ആ നിലക്ക് മനുഷ്യൻ പോകുന്ന വല്ലാത്തൊരു ദുരവസ്ഥ ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ സദാ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ തൗഹീദിൽ ഇസ്ലാമിൽ ഉറപ്പിച്ച് ആ ഉറച്ച രൂപത്തിൽ ഈ മരണപ്പെട്ടു പോകുവാൻ റബ്ബിനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ അടിയുറച്ച് ജീവിക്കുവാനും ആ നിലക്ക് മരണപ്പെടുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം, റബ്ബിനെ ഒരു നിലക്കും ധിക്കരിക്കാതിരിക്കുക. റബ്ബൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ഞാനത് ചെയ്യുന്നില്ല. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളത്. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പരലോകമാവുക
പോവുക, പരലോകത്തേക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യാനാണ് നമുക്ക് കുടുംബം വേണ്ടത്, ഇബാദത്ത് ചെയ്യാനാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതല്ലാതെ പണമുണ്ടാക്കാനല്ല കുടുംബം, പണമുണ്ടാക്കിയതിനു ശേഷമല്ല ഇബാദത്ത്, പണമുണ്ടാക്കിയതിനു ശേഷമല്ല മറ്റു ഇടപാടുകൾ. എല്ലാ ജീവിതത്തിലെ ലക്ഷ്യം അത് ഇബാദത്താണ്, പരലോക മോക്ഷമാണ് എന്ന ചിന്തയോടുകൂടി ജീവിതത്തെ തിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ചെറിയ ചുരുങ്ങിയ ഈ ജീവിത കാലഘട്ടത്തിനിടയിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ അനേകം പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹ്, നീ റഹ്മാനാണ്, റഹീമാണ്, നീ ഗഫൂറാണ്, ഗഫാറാണ്, ഗാഫിറാണ്, വദൂദാണ്. നിന്റെ റഹ്മത്തിനാൽ, നിന്റെ മഗ്ഫിറത്തിനാൽ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അതിലെ പാകപ്പിഴവുകളെ മായ്ച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. അല്ലാഹ്, ഞങ്ങൾക്കിടയിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, ഞങ്ങളുടെ മരണവേളകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഇഖ്ലാസോട് കൂടി ഉച്ചരിച്ച് മരണപ്പെടുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുക്കന്മാർ, സ്വാലിഹുകളായ ഒരുപാട് ആളുകൾ, ഞങ്ങളുടെയും അവരുടെയും എല്ലാം ഖബറിടങ്ങൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും വിഭജിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് മലക്കുകൾ സന്തോഷത്തോടു കൂടി ആനയിക്കുന്ന മഹാസൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, സിറാത്ത് പാലത്തിന് മുകളിലൂടെ അതിവേഗം മിന്നൽ വേഗതയിൽ സഞ്ചരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا واجر والدينا من النار. اللهم رب ارحمهما كما ربونا صغارا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من المغرم والمأثم. اللهم اغفر للمؤمنين والمؤمنات، المسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات. آمين آمين برحمتك وفضلك وإحسانك وتوفيقك، وأنا عبدك الحق يا أكرم الأكرمين. اللهم صل وسلم على نبينا محمد صلى الله عليه وسلم، والحمد لله رب العالمين.